മനുഷ്യന്റെ കൂടപ്പിറപ്പായി കൂടെ ജീവിക്കുന്ന സഹജീവിയാണ്. അതിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ കേരള സമൂഹത്തിന് ഇതേവരെ ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. സ്വന്തം അച്ഛനോടും അമ്മയോടും മക്കളോടും പെരുമാറേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ പോലും ഇവർക്ക് എത്തും പിടിയും കിട്ടാത്ത ഒരു സമൂഹത്തിൽ ഈ നായോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ എത്തും പിടിയും കിട്ടാത്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഏഞ്ചൽസ് നായർ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ അത്രയൊക്കെ കടത്തിപ്പറന്നതിന് മുൻപ് പേ പിടിച്ച നായ്ക്കൾ കേരളത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അക്രമകാരികളായ നായ്ക്കൾ ആ കൂട്ടത്തിലുണ്ട്. അവയുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് ഇപ്പോ കേരളത്തിൽ 3 ലക്ഷത്തോളം തെരുവ് നായ്ക്കളുണ്ട്. അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഒരു കുഞ്ഞിന്റെ മുഖത്ത് കടിച്ചു. അത് നമ്മളെ സംബന്ധിച്ച് വലിയ സാമൂഹ്യ പ്രശ്നമായി അത് മാറി. അപ്പോ അതിനെ പരമാവധി ഒഴിവാക്കണം എന്നതാണ് സർക്കാരിന്റെ മുൻപിലുള്ള ആലോചന. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കരണീയമായ മാർഗം അതിന് അപകടം പിടിച്ചവയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോകുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ്? സർക്കാർ എല്ലാത്തിനെയും കൂടി കൊന്നുകളയും എന്നത് നിങ്ങളുടെ ഒരു കടന്ന വിചാരമല്ലേ? ഈ അപകടം, ഈ ആക്രമണകാരികളായ നായകളെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? ഞങ്ങളുടെ പിള്ളേരെയോ ഇത്രയും ആളുകളെ ഒന്നും കടിക്കുന്നില്ലല്ലോ. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കടി നടക്കുന്നത്. രായമംഗലം പഞ്ചായത്തിൽ നായകളുണ്ട്. എൻ്റെ പഞ്ചായത്താണ്. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഉണ്ട്. അത് എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. അവിടെ ഒന്നും നായകൾ കടിക്കുന്നില്ലല്ലോ. ഈ തുറവൂർ, അരക്കിണർ എന്നീ ഭാഗങ്ങളിൽ മാത്രം നായകൾക്ക് എന്താണ് പ്രശ്നം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമല്ലേ അന്വേഷിക്കേണ്ടത്. ചില ഭാഗങ്ങളിൽ ഇപ്പൊ ഞാൻ ഈ വരുന്ന വഴിയിൽ 100 കണക്കിന് നായകൾ അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതൊന്നും ആക്രമണകാരികളാകുന്നില്ല. എങ്ങനെയാണ് ഒരു നായയെ ആക്രമണകാരി ആക്കാൻ സാധിക്കുക എന്നുള്ള സൈക്കോളജി അറിയാവുന്ന ആളാണ് ഈ ചിറ്റിലപ്പള്ളി, മാവേലി എന്ന് പറയുന്ന ആളുകൾ. അവർക്കറിയാം എവിടെ എങ്ങനെ ആക്രമണം സൃഷ്ടിക്കണം, എങ്ങനെ പ്രകോപനം സൃഷ്ടിപ്പിക്കുക, കടിപ്പിക്കുക എന്നുള്ള അവരുടെ ഒരു സിദ്ധാന്തം അവർക്കറിയാതെ. ആഗസ്റ്റ് 5-നാണ് ഇവർ ഈ ആക്രമണം നടത്താനായിട്ട് ആം ആദ്മി പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ ജനങ്ങൾക്ക് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അത് മുൻകൂട്ടി കാണാൻ സാധിക്കും. ജൂണിൽ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ, യാതൊരു നിബന്ധനകളും ചെക്കിങ്ങും ഇല്ലാതെ വാക്സിനുകൾ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. കാരണം അടുത്ത 2 മാസത്തിനകം കടി കൂടുമെന്നുള്ള കാര്യം കേരള ഗവൺമെന്റിന് എവിടെ നിന്ന് കിട്ടിയത്? ഇവർക്ക് ഏത് തത്വജ്ഞാനിയാണ്, ഏത് സയന്റിസ്റ്റാണ് അത് കണ്ടുപിടിച്ചത്? 2 മാസത്തിനകം കേരളത്തിൽ ആകമാനം കടി നടക്കുകയും ചെയ്തിരുന്നു. ഏതാനും ഭാഗങ്ങളിൽ മാത്രം ഞങ്ങളത് അടിച്ചൊതുക്കുക ചെയ്തത്. എന്തേ ഇപ്പൊ CCTV-യിൽ ഈ ആക്രമണകാരികളായ നായകളൊന്നും വരുന്നില്ലേ? ഇപ്പൊ എന്തായി നായ കടിക്കാത്തത്? എല്ലാ ദിവസവും 26, 50, 55 എന്നുള്ളൊരു കണക്കുകൾ പുറപ്പെടുവിച്ചിരുന്നല്ലോ. കൊറോണയുടെ കണക്ക് വരുന്ന രീതിയിൽ ഒരു 2,17,000-ഓളം നായകടിയാണ് ഒരു വർഷം 2021 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതായത് ശരാശരി 608 കടി ഒരു ദിവസം വരണം. ഏത് ദിവസമാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 608 കടി വന്നത്? ഒരൊറ്റ എത്ര എണ്ണം ഉണ്ട്? 100 കടിയെ കൂടുതൽ മാക്സിമം പ്രകോപിപ്പിച്ചിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു വാദം അതാണ്.